ആഴിയിൻ ആഴങ്ങളിൽ കടൽ മക്കളുടെ ജീവിത വഴിയിലെ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് ജോൺസൺ കൊല്ലം ജില്ലയിലെ മരത്തടി സ്വദേശിയാണ്. പാരമ്പര്യ മത്സ്യത്തൊഴിലാളിയായ ജോൺസൺ 62-ാം വയസ്സിലും മത്സ്യബന്ധനം നടത്തിവരുന്നു. തീരത്തു നിന്നും ഏറെ പ്രതീക്ഷയോടെ കടലിൽ പോയി ജോലി ചെയ്യുമ്പോൾ അപകടങ്ങൾ പതിവാണ്. അതിൽ നിന്നും പരിക്കുകൾ പോലുമില്ലാതെ പ്രാർത്ഥനയോടെ തീരത്തടുക്കാൻ ജോൺസന് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ജോൺസൺ. മരത്തടി കൊല്ലം ജില്ലയിൽ മരത്തടി വളകൾത്തോപ്പിലാണ് താമസം. എൻ്റെ കുഞ്ഞുനാൾ മുതൽ അപ്പൻ്റെ കൂടെ മത്സ്യം പിടിക്കാൻ പോയിക്കൊണ്ടിരുന്ന വേളയിൽ ഒരിക്കലും ഞങ്ങളിങ്ങനെ പുറംകെട്ടിൽ പോയി മീൻ പിടിച്ചു വള്ളവും മീനുമായിട്ട് കിഴക്കോട്ട് വരുമ്പോൾ ഞങ്ങളെ പടിഞ്ഞാറൻകെട്ടിൽ നിന്ന് അന്ന് അപ്പൻ പറഞ്ഞു തന്നതാണ്, നമ്മൾ ചെകുത്താൻ അടിച്ചതാണ് എന്ന് പറഞ്ഞാൽ വള്ളം അവിടെ അടിച്ച് കമത്തി. അപ്പോൾ അടുത്തങ്ങ് ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കിടന്ന് കരഞ്ഞ് വള്ളത്തെ പിടിച്ചുകൊണ്ട് കിടന്ന്. അപ്പോൾ അപ്പൻ പറഞ്ഞ്, മക്കളെ നിങ്ങളാരും കരയണ്ട, നമ്മളെ മാതാവ് രക്ഷപ്പെട്ടില്ലെങ്കിൽ കരച്ചിൽ വരും, അത് നമ്മൾ മാതാവ് കൊണ്ടുപോകാൻ കര, നിങ്ങളാരും ഭയപ്പെടേണ്ട, വള്ളത്തിൽ പിടിച്ച് കിടന്നോളാൻ പറയും. അപ്പോൾ എനിക്കാണെങ്കിൽ വെള്ളത്തിൽ പരിചയമില്ല, നീന്തൽ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ എന്നെ കാത്ത് എല്ലാവരും കൂടെ എൻ്റെ കൂടെ തന്നെ നിന്ന് അപ്പം പറഞ്ഞ് നമ്മളെ ദൈവം ചതിക്കത്തില്ല, രക്ഷപ്പെടുത്തലാന്ന് പറയും. അങ്ങനെ മണിക്കൂറോളം കിടന്ന് ഞങ്ങൾ കിടന്നപ്പോൾ ഒരു വള്ളം, കൊല്ലത്തുള്ളൊരു വള്ളം അടുത്ത് വന്ന്. അപ്പോൾ ഞങ്ങളുടെ തുഴയെല്ലാം പോയി. അങ്ങനെ അവൻ വന്ന് ഒരു തുഴ തന്ന്, ആ തുഴയിൽ വലയും വാങ്ങിയെടുത്ത് ഞങ്ങൾ ഒരു തുഴയിൽ കിഴക്കോട്ട് വന്ന്. പിന്നെ വേറെ 3 വള്ളക്കാരുടെ അടുത്ത് ഒരു 3 പേര് ഓരോ തുഴ തന്ന് അങ്ങനെ കര വന്നു. അന്ന് അപ്പന് വലിയ വിശ്വാസമാണ്, എല്ലാ കൊല്ലവും വേളാങ്കണ്ണി മാതാണ്ടിയിൽ പോകും. കടലിൽ കിടന്നപ്പോൾ അമ്മ വന്ന് പ്രത്യക്ഷപ്പെട്ടു വള്ളത്തിൽ. അപ്പം എല്ലാവരും കയ്യും പൂട്ടി ഇരുന്നോളെന്ന് പറഞ്ഞു. അപ്പൻ പറഞ്ഞു. അപ്പം നമുക്ക് കാണാനൊക്കുന്നില്ല. അപ്പോൾ അപ്പനെ കണ്ട് അപ്പൻ ഇങ്ങനെ സംസാരിച്ചു. അവിടുന്ന് വള്ളം എന്തായാലും കര വന്ന് ഞങ്ങൾ 2 ദിവസം കൂടിയപ്പോഴാണ് കര അണിഞ്ഞത്. അവിടുന്ന് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കടലിൽ വെച്ചൊരനുഭവം പറ്റി. ഇങ്ങനെ തിരയുള്ള സമയത്തായിരുന്നു പോയിരുന്നത്. അങ്ങനെ തിര കൂടി വള്ളം മറിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്നെ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ബാവിട്ട് നിലവിളിച്ച് ഞാൻ പോയെന്നും പറഞ്ഞു. എൻ്റെ ഉദ്ദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്നെ ആരോ പൊക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വെള്ളത്തിൽ നിന്ന് മേളിൽ വന്നു. അപ്പോൾ വള്ളത്തിൽ പിടിച്ച് അവിടെ നിന്നും കര വന്നു. ഇതൊന്നും നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ അറിയിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പുണ്യവാള എന്നെ കാത്തല്ലോ എന്ന വിശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ആ ഒരു രംഗവും കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കടൽപ്പണി തന്നെയല്ലോ, പിന്നെയും പോയി. എനിക്ക് നീന്തറിയത്തില്ല വെള്ളത്തിൽ. പിന്നെയും പോയി, പിന്നെയും തിര കൂടി വള്ളം മറിഞ്ഞ് അവിടുന്ന് എന്നെ പുണ്യവാളനായിട്ട് എന്നെ കാത്ത് രക്ഷിച്ച് എന്നെ കര കൊണ്ടുവന്നു. അങ്ങനെ അത് കാലങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വേളയിൽ അപ്പോൾ എനിക്ക് ഇത് ബൈബിളൊന്നും വായിക്കാൻ അറിയത്തില്ല, അക്ഷരാഭ്യാസമില്ല. പിന്നെ പള്ളിയിൽ പോവും, സമയം കിട്ടുമ്പോഴൊക്കെ ഏതെങ്കിലും പള്ളിത്തിലൊക്കെ പോവും, ഇരുന്ന് പ്രാർത്ഥിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ വീണ്ടും കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ കടലിൽ വെച്ച് ഒരു അനുഭവം കിട്ടി. അനുഭവം കിട്ടിയെന്ന് പറഞ്ഞാൽ തിരക്കിയെടുത്ത് വള്ളം മറിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ദൂരെ പോയി. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ഞാൻ ഒറ്റയ്ക്ക് വള്ളം പിടികിട്ടി അങ്ങനെ വള്ളത്തിൽ പിടിച്ച് കിടന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ കിഴക്ക വെച്ചായിരുന്നു. അത് കരക്കടലായിരുന്നെങ്കിൽ തന്നെയും അന്നും എൻ്റെ ഈശപ്പന എന്നെ കര കൊണ്ടുവന്നത് വള്ളത്തിൻ്റെ താഴെയായിപ്പോയി. കടൽ കൂടി വള്ളം മറിഞ്ഞ് നടക്കുന്ന വള്ളത്തിൻ്റെ താഴെയായിപ്പോയി.
അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട് അങ്ങനെ എൻ്റെ ഒരുപാട് ആപത്തിൽ നിന്ന് എൻ്റെ ഈശപ്പൻ അമ്മയും കൂടെ രക്ഷപ്പെടുത്തി എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നും ഒരു അസുഖവും ഇല്ലാതെ ഞാൻ ജോലി എടുക്കുന്നു. ഇപ്പോൾ എനിക്ക് 62 വയസ്സായി. ഈ എൻ്റെ 18 വർഷം കൊണ്ട് ഞാൻ പണിയെടുക്കുന്ന കടൽപ്പണി. ഈ 62 വർഷവും എന്നെ നോപ്പിലാൻ കാത്തു പാലിച്ച് എൻ്റെ കൂടെ പോയി ചെയ്യുക. അങ്ങനൊരു വിശ്വാസത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അത് ഇനി മരണകാലം വരെ അങ്ങനെ മുമ്പോട്ട് പോകത്തുള്ളൂ. കടലിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് മത്സ്യം പിടിക്കാൻ പോയി അനുഭവപ്പെട്ടതല്ല. അത് ഉൾക്കടലിൽ ഞങ്ങൾ പോയ കൂട്ടത്തിൽ ഒരു ദിവസം വൈകിട്ട് 4 മണിക്ക് പണിക്ക് പോയതാണ്. പണിക്ക് പോയി ഏകദേശം ഒരു 7 മണിയായപ്പം വല വെച്ച് വിട്ട് കയറുന്നു. അവിടെ വല വാങ്ങിയിട്ടൊന്നും വലയിൽ പട്ടില്ല, മത്സ്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് അപ്പം പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ പടിഞ്ഞാട്ട് കയറാമെന്നും പറഞ്ഞ് ആ വലയും പിടിച്ചെടുത്ത് ഞങ്ങൾ പടിഞ്ഞാട്ട് കയറി ചെന്ന് വല വെച്ചപ്പം മത്സ്യം പെടാൻ തുടങ്ങി. അവിടെ നിന്ന് വല 2-3 വല വെച്ച് വാങ്ങി മത്സ്യങ്ങൾ വള്ളം നിറച്ച് അതിലെ അഴിച്ചിട്ടുണ്ട് വരുമ്പം ഇനി കിഴക്കോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ കിഴക്കോട്ട് വരുമ്പോഴാണ് ആദ്യത്തെ അനുഭവം പറ്റുന്നത്. ഒരു കാറ്റിൻ്റെ ചലനം പോലും ഇല്ലാതെ, ഓളം ഇല്ലാതെ കടന്ന സമയത്തായിരുന്നു അത്. വള്ളം ഇങ്ങനെ കിഴക്കോട്ട് 1 കിലോമീറ്റർ വരും. വന്നപ്പം നമുക്കേതോ ഒരു ചുഴലി വന്ന് ചുറ്റുന്ന കണക്ക് വള്ളം എടുത്ത് മറിച്ചിളഞ്ഞു. അങ്ങനെ അടുത്ത പരിസരത്തെങ്ങും ആ ഏരിയയിലെങ്ങും ഒരു ജീവികളും ഇല്ല. ഞങ്ങൾ 4 പേരും തന്നെ അവിടെ കിടന്ന് മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന് പിന്നെ വള്ളം പിടിച്ച് മലത്തിയിട്ട് വള്ളത്തിൽ കയറിയിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ വെള്ളത്തിൽ പരിചയവുമില്ല. അപ്പം പറഞ്ഞ് നീ വിഷമിക്കണ്ട, നമ്മളെ ദൈവം നമ്മളെ കൊല്ലത്തില്ല, നമ്മളെ കര കൊണ്ടുപോകും. അപ്പം എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ പോകും, നമ്മളെ കടലിലങ്ങ് ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ എന്നും പറഞ്ഞാണ് നമ്മൾ മനസ്സിൽ വിഷമം കാണുന്നത്. അവിടുന്ന് കുറേ അധിക നേരം കഴിഞ്ഞപ്പോൾ ഒരു വള്ളം തുഴഞ്ഞു വരുന്നൊരു സൗണ്ട് കേട്ടു. അത് കൊല്ലത്തുള്ളൊരു വള്ളമായിരുന്നു. അവർ ഈ രാക്കാലങ്ങളിൽ ഇങ്ങനെ പടിഞ്ഞാറ മത്സ്യം പിടിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ അവർ വരുന്നത് കൊണ്ട് ഞങ്ങൾ വാവിട്ട് നിലവിളിച്ച്. അവരിവിടെ നമ്മുടെ നിലവിളി കേട്ട് വള്ളം കൊണ്ടുവന്ന് അടുത്ത് ഞങ്ങളുടെ കൂടെ ഞെരുങ്ങി. അത് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ പറഞ്ഞിങ്ങനെ ഇന്നണക്ക് വള്ളം മത്സ്യമായിട്ട് കിഴക്കോട്ട് വന്നതാണ്. വള്ളം ഇങ്ങനെ എന്തോ ഒരു കറുപ്പ് കണ്ട് ഞങ്ങളെ വള്ളം അടിച്ച് കമത്തിക്കളഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ ഇന്നത്തെ കാലത്തല്ല, ആ കാലങ്ങളിൽ ഈ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് അതുപോലെ തന്നെ അത് മറിച്ച് മറ്റുള്ളവർ പറയും നമുക്കത് അറുതലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ അറുതലെന്ന് പറഞ്ഞാൽ ചെകുത്താങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളെ അടിച്ച് വള്ളം കമത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ നല്ല കാലമുണ്ട്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും എപ്പോഴേ പോയാനെന്ന് പറഞ്ഞു. ഇതും കൂടെ കേട്ടപ്പോൾ നമ്മളാകെ ഉരുകി. ജോൺസണും ജോൺസന്റെ പിതാവിനും കിട്ടിയ ദൈവീകമായ അനുഭവങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ജോൺസന്റെ കണ്ണുകൾ നിറയുന്നു. അപ്പനാന്നെ വലിയ ദൈവവിശ്വാസിയാണ്. അപ്പൻ ഉറക്കത്തിലിങ്ങനെ ഇരുന്ന് മയങ്ങി. അന്നേരം വേളാങ്കണ്ണി മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ മകനെ, നീ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, നിന്നെയും നിൻ്റെ മക്കളെയും കര കൊണ്ടുപോകും. ഈ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും
എനിക്ക് സങ്കടം വരിക. അങ്ങനെ കഴിഞ്ഞ് ഈ വള്ളം അടുത്താണ് ഒരു പഞ്ചായത്തിൽ പിന്നെ ഞങ്ങൾ അവിടുന്ന് വെള്ളം കിഴക്കോട്ട് വരുന്നത്. 4 പേരുള്ള വള്ളത്തിൽ ഒരു പഞ്ചായത്തിലാണ് ഞങ്ങൾ ഒരാൾ തുഴഞ്ഞാൽ പിന്നെ കിഴക്കോട്ട് വരുന്നത്. അവിടുന്ന് കിഴക്കോട്ട് വന്ന് വേറെ 3-4 വള്ളത്തിൽ നിന്ന് അടുത്ത് ഓരോരോ പഞ്ചായത്ത് വന്ന് കൊല്ലക്കാർ അങ്ങനെ വന്നാണ് ഞങ്ങൾ കര വരുന്നത്. അത് പിറ്റേന്ന് വരുന്നത് 12 മണിക്കാണ്. പിറ്റേന്ന് ഈ 2 ദിവസവും കടലിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ദൈവമായിട്ട് കര കൊണ്ടുവന്ന് അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ വേലയ്ക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ വീണ്ടും കടലിൽ വെച്ചൊരു അനുഭവം കിട്ടി. അനുഭവം പിന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ വർഷ സമയത്താണ് പണിക്ക് പോയി കടലുള്ള സമയത്താണ് പോകുന്നത്. അങ്ങനെ കടൽ കൂടി വള്ളം കവന്ന് എന്നെ കാണുന്നില്ലെന്നും പറഞ്ഞ് അടുത്ത് കിടന്നവരെല്ലാവരും നിലവിളിച്ച് ഞാൻ വേണ്ട അരമണിക്കൂറോളം കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്നെ ആരോ വെള്ളത്തിൽ നിന്ന് കൈ താങ്ങി എന്നെ മേൽപോട്ട് പൊക്കിയെടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. വന്നപ്പോൾ വള്ളത്തിൽ പിടിച്ച് കൈ കിട്ടി. അങ്ങനെ എന്നെ ദൈവം കാത്തുരക്ഷിച്ച് കൊണ്ടുവന്നു. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഈ കടലമ്മ ഞാൻ എന്നെ ദ്രോഹിക്കാതെ കരയെത്തിച്ചു, നമ്മുടെ ഈശപ്പനായിട്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവമുണ്ട്. ഇപ്പോൾ 62 വയസ്സുണ്ട്. ഈ 62 വയസ്സ് ഞാൻ കടൽപ്പണിക്ക് തന്നെ വള്ളത്തിൽ പണി തന്നെ പോകുന്നത്. ഇനിയും കർത്താവ് എന്നെ കൊല്ലാതെ കൊണ്ടുപോവുകയും വരികയും ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്നെ കൈത്താങ്ങിയാണ് എപ്പോഴും കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്നത്. കടൽ മക്കൾക്ക് 2004 ഡിസംബർ 26 കറുത്ത ദിനമാണ്. ഇന്തോനേഷ്യയിലുണ്ടായ കടൽ ഭൂകമ്പത്തിൻ്റെ അലയൊലികൾ സുനാമി തിരകളായി മാറിയപ്പോൾ ലോകം ഞെട്ടി. ആ കടൽ ഭൂകമ്പത്തിൻ്റെ തീവ്രതയിൽ നിന്നും രക്ഷപ്പെട്ട നിമിഷങ്ങൾ ഇന്നും ഓർത്തെടുക്കുകയാണ്. മരത്തടി വളവിൽ തോപ്പെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ എത്ര വർഷമാണെന്ന് അറിയാനൊക്കത്തില്ല. നമുക്ക് സുനാമി അടിച്ചത് ദൃക്സാക്ഷിയിൽ ഞാൻ കണ്ടു നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ആദ്യം നോക്കുമ്പം വെള്ളം ആദ്യം ഒന്ന് ചെറിയതായി പെരുകി തീർന്ന് അങ്ങനെ നോക്കിയാൽ വെള്ളം വലിച്ചങ്ങ് പറ്റിച്ച് ഉണങ്ങിപ്പോയി. കടലെല്ലാം ഉണങ്ങി. അപ്പം ആളിലിറങ്ങി മത്സ്യങ്ങൾ ഓടി നടന്ന് പുറക്കുകയാണ്. പുറക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ സീവാള് നമ്മുടെ കടൽഭിത്തിയുടെ പുറത്ത് കയറി നിന്ന് നോക്കിയപ്പോൾ അങ്ങ് തെക്കകലേന്ന് വലിയ തിരമാല ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുന്നുണ്ട് പറഞ്ഞ് ഓടി രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോ, നമുക്ക് വലിയ അപകടം എന്താ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കിഴക്കൻ മേഖലയിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു അടപ്പുറത്ത്. ഇത് പറഞ്ഞ് കേട്ട് ഇവർ മേപ്പോട്ട് കയറിയതും നമുക്ക് എന്തോ സംഭവിക്കുമെന്നൊന്നും പറയാനൊക്കത്തില്ല. നമ്മളെ എടുത്തും കൊണ്ട് പോകത്ത കയറിയില്ല. അപ്പം ഞാൻ എൻ്റെ വീട് കടൽ തീരത്താണ്. ഞങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ ഒരു ഇരുട്ട് പോലെ കാണുന്നത്, വെള്ളം വന്ന് കയറി പെരുകി. അപ്പം മക്കളുമായിട്ട് ഞാനന്ന്, എനിക്ക് 2 മക്കളുണ്ട്, മക്കളും ഭാര്യയായിട്ട് ഞാൻ ആ വീട്ടിൽ സിറ്റൗട്ടിൽ ഈ കടൽ കാണിക്കുന്ന കോഴിഷിത്തം കണ്ട് ഞങ്ങൾ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഇതിനകത്ത് വെച്ച് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡുണ്ട്. റോഡിൽ കൂടെ വെള്ളം കടൽ ഓടുന്ന കണക്കാണ്. ഓടി വള്ളവും എല്ലാം കൂടെ ഒഴുകി വന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുക. എങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനൊക്കുന്നില്ല. ഈ പറഞ്ഞതിനകത്ത് വെച്ച് വെള്ളം അങ്ങ് അടിച്ചങ്ങ് പോയി. നോക്കിയാൽ ഞങ്ങളുടെ പടിഞ്ഞാറ് കടവിൻ്റെ കുറ്റിയെല്ലാം തെറിച്ച് കതവ് പൊട്ടി അകത്ത് ചെളിയും മണ്ണും എല്ലാം കൂടെ കയറി ഇരുന്നൊരു കോലത്തിൽ കടന്നത്. യഥാർത്ഥ സുനാമി അടിച്ച് നമ്മൾ അന്ന് കണ്ട അതാ സുനാമി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവനെടുക്കാനും നമ്മളെ രക്ഷിക്കാനും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാനും എല്ലാം നമ്മുടെ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എനിക്കന്ന് മനസ്സിലായി. അല്ല, ഇവിടെ ഒന്നും ഇല്ല ഇന്നും. ആ സുനാമി വന്നാൽ എടുത്തുകൊണ്ട് പോവുമെങ്കിൽ വടക്കൻ ജില്ലകളെല്ലാം കയറി നശിപ്പിച്ചുകൊണ്ട് പോയി. എന്താ അവിടെ ദൈവവിശ്വാസം കുറവ്, അതിൻ്റെ പുറത്താണ് ആ രാജ്യം നശിപ്പിച്ചുകൊണ്ട് പോയത്. പക്ഷേ അതിനൊക്കെ നാശനേട്ടം നമുക്കും ഉണ്ടാവും. നമ്മളിവിടെ ദൈവത്തിനെ അറിഞ്ഞ് ജീവിക്കുന്നു. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ എൻ്റെ കുഞ്ഞ മക്കളാണ്. അവരാരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയെങ്കിൽ നമുക്ക് മക്കളുമില്ല. അപ്പോൾ അങ്ങനെ മക്കളെയും കെട്ടിപ്പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പുറത്തിറങ്ങാതെ നിന്ന് ഞാൻ പറഞ്ഞ മക്കളെ തിരയൊന്ന് അടങ്ങട്ടെ, പിന്നെ നമുക്ക് പോവാം. അങ്ങനെ നിന്നാണ്
അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. കടലിൽ പോയി പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അപ്പനും അമ്മയൊക്കെ പള്ളിയിൽ പോവുകയും വരികയും ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ പള്ളിയിൽ പോകണം, പരിശുദ്ധ കുർബാന കൈക്കൊള്ളണം, നമ്മളെ രക്ഷകനായ ഈശപ്പൻ അതാണ്, നമുക്കൊരാപത്തും തരാതെ നമ്മളെ കാത്തുപാലിക്കും എന്ന് പറഞ്ഞ ആ ഒരു കാലം മുതലേ ഞാൻ ചിന്തിച്ച്. അവിടെ നമ്മൾ എന്തെല്ലാം ചിന്തിച്ചാലും ഒന്നും നടക്കത്തില്ലല്ലോ, നമുക്ക് ഈശപ്പനല്ലാതെ നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. അങ്ങനെ ഞാൻ ദൈവത്തിനെ അറിഞ്ഞ് പിന്നെ ഇങ്ങനെ എവിടെ ധ്യാനം നടന്നാലും ഞാൻ ധ്യാനത്തിന് പോകും. മറ്റുള്ള പള്ളിത്തലൊക്കെ എല്ലാം പോയി ഒറ്റയ്ക്ക് ഇവിടുന്ന് ഞാൻ നടന്ന് നീണ്ടര യൂദാസിലെ പുണ്യാവൻ്റെ കുരിശടിയിൽ ഞാൻ പല ദിവസവും നടന്നു പോയി അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് നടന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പല ദിവസങ്ങളും ഞാൻ പുണ്യാവൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ കൊല്ലത്ത് വേളാങ്കണ്ണി മഹാൻ്റെ കുരിശടിയിൽ പോവും, കൈയിട്ട് ഈശോടിക്ക് പോവും, ഉണ്ണീശ പള്ളിയിൽ പോവും. ഇവിടെയൊക്കെ പിന്നെ ഞാൻ സൈക്കിളിലാണ് പോകുന്നത്. പോയി വരുമ്പോഴെല്ലാം ഈ പോകുന്ന കൂട്ടത്തിലൊക്കെ നമുക്ക് ഓരോ ആപത്തുകൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ സൈക്കിളിൽ പോകുമ്പോൾ ഉണ്ണീശോടിക്ക് പോകാമെന്നും പറഞ്ഞിങ്ങനെ പോകുമ്പോൾ എൻ്റെ എതിർഭാഗത്തിരുന്നും കൊണ്ട് ഒരു ചേര ഓടി സൈക്കിളിൻ്റെ താഴെ വന്നു. സൈക്കിളിന് ഞാൻ കാല് രണ്ടും പൊക്കി സൈക്കിളിൽ വെച്ചു. ഞാൻ ഉണ്ണീശോയെ എന്നെ കാത്തോളേനെന്ന് പറഞ്ഞ് സൈക്കിൾ സ്പീഡിൽ തന്നെ ഓട്ടിക്കൊണ്ട് കാല് രണ്ടും പൊക്കി സൈക്കിളിൻ്റെ ഹാൻഡിൽ വെച്ചിരുന്നു. ഇപ്പുറത്ത് വന്നിട്ട് എൻ്റെ ശരീരം വിറയിൽ തീർന്നില്ല. അന്നേരവും എനിക്കറിയാം എൻ്റെ ഉണ്ണീശായിട്ടാണ് എന്നെ കാത്തുരക്ഷിച്ച് ഇപ്പുറം കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ പിന്നെയും മൈൻഡ് ചെയ്തില്ല. ഞാൻ പോയി ചെന്ന് ഈശപ്പൻ്റെ പ്രാർത്ഥിച്ച് അവിടുന്ന് നേർച്ചയൊക്കെ സഹായിച്ചും കൊണ്ട് വീണ്ടും വന്ന്. അങ്ങനെ ഈ കാലഘട്ടങ്ങളെല്ലാം ഞാൻ തരണം ചെയ്ത് പോകുന്നത് എനിക്ക് നമ്മുടെ കർത്താവിൻ്റെ ഒരു നാമധേയത്തിൽ തന്നെയാണ്. കർത്താവ് ഇന്നും എന്നും ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതിനി മാറത്തതുമില്ല. അങ്ങനെ പ്രാർത്ഥന ഞങ്ങൾക്ക് മക്കൾ 2 മക്കളായി തീർന്നതിന് ശേഷം എൻ്റെ കൂടെ കൂടിയ എൻ്റെ ഭാര്യ, അപ്പോൾ എൻ്റെ ദൈവവിശ്വാസവും എൻ്റെ അപ്പൻ്റെ ദൈവവിശ്വാസം കണ്ട് അവരും ദൈവത്തെ കൂടുതൽ അറിയാൻ തുടങ്ങി. മക്കളെ 2 പേരെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ നമ്മൾ ഇങ്ങനെ ദൈവത്തിന് അടുത്ത് ജീവിക്കണം, ദൈവത്തിനെ കണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കത്തോളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ മോളെ കെട്ടിച്ച് ഒരു 3 കുട്ടികളായി എന്നും പറഞ്ഞ് മകൾ ദൈവത്തിനെ വിശ്വസിച്ച് തന്നെ ജീവിക്കുന്നത്. ഏത് പള്ളിത്തിളക്ക് വേണമെങ്കിലും അവർ പോയി പ്രാർത്ഥന നടത്തും, നേർച്ചകൾ സഹായിക്കും. അതുപോലെ തന്നെ മോൻ, അയാളും ദൈവമായിട്ടൊക്കെ വലിയ അടുത്ത് പള്ളിയിലെ ശുശ്രൂഷ വേലകൾ ചെയ്തിട്ടുള്ള ആളായാൾ. ഇപ്പോൾ കുറേ കാലം കൊണ്ട് അയാൾ പോകുന്നില്ല. അപ്പം ഇപ്പം ഇപ്പോഴും ഈ സമയം വരെ എൻ്റെ ഭാര്യ നമ്മൾ ഈ പള്ളി തൂക്കാനും പിടിക്കാനും എവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും പള്ളിയിൽ പോവുകയോ വരികയോ ഒക്കെ ചെയ്യും. അല്ലാതെ മറ്റു കാര്യം മുടങ്ങിയാലും ഈ ദൈവകാര്യങ്ങൾ മുടക്കത്തില്ല. അങ്ങനെ ഒരു ദൈവവിശ്വാസമുള്ള എനിക്ക് കിട്ടിയൊരു കൂട്ടാളി. പക്ഷേ ഞാൻ വിളിക്കുന്നതിലും ഇരട്ടി എൻ്റെ ഭാര്യ ദൈവത്തെ അറിയുന്നുണ്ട്. കാരണം ഞാൻ കടൽപ്പണിക്കാണ് പോകുന്നത്. പോയിച്ച് തിരികെ വരുമ്പോഴും എൻ്റെ ഭർത്താവിന് മുള്ളു പോലും കൊള്ളല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് അവർ കാത്തിരിക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെ എന്നെ ഈശപ്പൻ കാത്ത് പാലിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പടിഞ്ഞാറ് ആദ്യമായിട്ട് എനിക്ക് കടലിൽ പോയി അനുഭവം കിട്ടുന്നത് ഞാൻ കല്യാണമൊക്കെ കെട്ടുന്നതിന് മുമ്പായിരുന്നു. അന്ന് ഞങ്ങൾ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വള്ളം കര വന്നു. ഈ 2 ദിവസവും കര വരുന്നവരെ വീട്ടിൽ ആളിൽ ഓട്ടം ചോട്ടമായിരുന്നു. അത് എവിടെ പോയി എന്തോ പറ്റി എന്തോ സംഭവിച്ചു എന്നും അറിയാതെ വീട്ടിലെ അമ്മയാണ് ആകെ തകർന്നുള്ള രീതിയായിരുന്നു. ഞങ്ങൾ പിറ്റേന്ന് 12 മണിക്ക് കര വന്നപ്പോഴാണ് അമ്മ അറിയുന്നത്. അങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് മനപ്രയാസങ്ങളും ഉണ്ടായി. പക്ഷേ അന്ന് മുതലും അമ്മ ഇങ്ങനെ പള്ളിത്തലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും ഒരുപാട് പള്ളിത്തലൊക്കെ പോയി നേർച്ചകൾ സാധിക്കുകയും
എല്ലാം ചെയ്തും കൊണ്ട് വന്നൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. അതേപോലെ തന്നെ അത് നമ്മുടെ ഓക്കി കാറ്റെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അന്ന് ദൈവാധീനം പോലെ എൻ്റെ അടുത്ത് പറയാൻ നടക്കും, നീ പണിക്കൊന്നും പണിക്ക് പോകരുത് എന്നിങ്ങനെ ആരോ പറയുന്ന പോലെ കേട്ട് ഞാൻ അന്ന് പോയില്ല. ഇങ്ങനെ കാലം നിൽക്കുമ്പോഴാണ് ബഹളം ഉണ്ടാകുന്നത്. ഇതൊരു വലിയ ദുരന്തമായിട്ട് അനുഭവപ്പെട്ടതാണ് എനിക്ക് തോന്നിയത്. ഓക്കെ അടിച്ച് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ ഒരുപാട് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണത് അന്ന് ഓക്കി നടത്തിയത്. അതിൽ ഒരുപാട് സഹോദരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കി അടിച്ചതിൽ. പക്ഷെ നമുക്കത് ഇന്നും അത് ഉറക്കത്തിൽ കിടക്കുമ്പോഴും സ്വപ്നം കാണുന്ന കണക്കാണ് നമ്മളത് ചിന്തിക്കുന്നത്. നമ്മളെപ്പോലുള്ള സഹോദരങ്ങളാണ് അതിനകത്ത് കണ്ടമാനം ആളിൽ പോയി എന്ന് നമ്മളിങ്ങനെ വാർത്തയിലൊക്കെ കേൾക്കുന്നതാണത്. അന്ന് ഈ ദൈവമായിട്ടാണ് നമ്മളെ കര നിർത്തിയിരുന്നത്. അത് അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നമുക്ക് ദൈവം തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദുരിതങ്ങൾ ഇങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും അനുഭവപ്പെട്ടും വരുന്ന കൂട്ടത്തിൽ നമുക്കിത് കടൽപ്പണി നിർത്തിയാൽ പറ്റത്തുള്ളൂ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് ഈ ദുരിതങ്ങൾ കൂടെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറത്ത്. പക്ഷേ എന്നാൽ തന്നെയും നമ്മളതെല്ലാം തരണം ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കർത്താവ് ശംസ്യ നമുക്ക് വേണ്ടി കുരിശ് ചുമന്ന ഈശപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്, എവിടെയും നമ്മളെ കാത്തു പാലിച്ച് കൊണ്ടുവരും എന്നുള്ളൊരു മനധൈര്യത്തോടാണ് ഇന്നും ഞാൻ എത്ര പെരുങ്കടൽ നിന്നാലും ഞാൻ അത് മൈൻഡ് ചെയ്യാതെ വാഹനത്തിൽ പോകുന്നത് പോലെ തന്നെ ഒരു പൊള്ളൽ പോലും തട്ടിക്കാതെ നമ്മളെ കര കൊണ്ടെത്തിക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വരുന്ന വള്ളങ്ങൾ കടൽ അടിച്ച് മറിക്കുമ്പോഴും നമ്മളിതൊന്നും അറിയാതെ നമ്മളെ കാത്തു പാലിച്ച് കൊണ്ടുവരുന്നുണ്ട് ദൈവം.